Hello guys, welcome back to our YouTube channel World of English Literature. So in today's video we will be discussing the poem Ozymandias. So Ozymandias എന്ന പോയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് പി ഷെല്ലിയാണ്. പി ഷെല്ലിയുടെ ഫുൾ നെയിം വരുന്നത് പേഴ്സി ബസ്സി ഷെല്ലിയാണ്. അപ്പോൾ ഈ ഓസിമാൻഡീസ് എന്ന് പറയുന്ന ഈ ഒരു കവിത ഒരു സോണറ്റ് ആണ്. ഓക്കെ, സോണറ്റ് എന്ന് വെച്ചാൽ 14 ലൈൻസ് ഉള്ള പോയത്തിനെയാണ് നമ്മൾ സോണറ്റ് എന്ന് പറയുന്നത്. ഇവിടെ 14 ലൈൻസ് ഉള്ള ഒരു പോയമാണ് പി ഷെല്ലി എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സോണറ്റ് ആണ്. സോ ഈ ഓസിമാൻഡീസ് എന്ന കവിത എഴുതിയത് 1817 ദ എക്സാമിനർ എന്ന് പറയുന്ന ഒരു മാഗസിനിലാണ് ഇത് വന്നത്. അപ്പോൾ ഈ പബ്ലിഷ് ചെയ്ത സമയത്ത് ഇത് നമ്മളുടെ പി ഷെല്ലിയുടെ പെന്നേമായ ഗ്ലിറാസ്റ്റസ് എന്ന GLIRASTES ഗ്ലിറാസ്റ്റസ് എന്ന പേരിലാണ് ഇത് പബ്ലിഷ് ചെയ്തത്. സോ ഇത് ഓസിമാൻഡീസ് എന്ന ഒരു ടൈറ്റിലിൽ ഇതിൽ എഴുതിയിരിക്കുന്ന ആള് എന്ന് പറയുന്നത് ഏൻഷ്യൻ ഈജിപ്തിലെ ഫറോവ റാംസസ് സെക്കൻഡിന്റെ വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു പേരാണ് ഓസിമാൻഡിയസ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ആൻസേഴ്സിലൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇത്. അപ്പം ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത് പി ഷെല്ലി ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ നമുക്ക് പി ഷെല്ലിനെ കുറിച്ച് കുറച്ചൊരു ഡീറ്റെയിൽസ് നോക്കാം. പേഴ്സി ബസ്സി ഷെല്ലി. സോ പേഴ്സി ബസ്സി ഷെല്ലി ഒരു റൊമാൻറ്റിക് പോയറ്റാണ്. അദ്ദേഹം റൊമാൻറ്റിക് പീരീഡിലാണ് വർക്ക്സ് ഒക്കെ എഴുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് എന്ന് പറയുന്ന പോയം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ്. സോ അദ്ദേഹത്തിന് കൂടുതലും അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ഇമാജിനേഷൻ്റെയും റെവല്യൂഷണറി ഐഡിയാസിനെയും ആ ഒരു എഴുതിയിരുന്ന ആ ഒരു പോയത്തിൻ്റെയൊക്കെ ലിറിക്കൽ ക്വാളിറ്റീനെയൊക്കെ കൊണ്ടാണ് അദ്ദേഹം ഭയങ്കര ഫേമസ് ആയിട്ട് ഉണ്ടായിരുന്നത്. സോ നമ്മുടെ ഓസിമാൻഡീസ് എന്ന പോയം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഈ കവിതയിൽ ഒരു യാത്രക്കാരൻ മരുഭൂമിയിൽ കണ്ട ഒരു തകർന്ന പ്രതിമേനെ കുറിച്ചാണ് വിവരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഇമേജിൽ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇമേജിൽ കണ്ടാൽ തന്നെ അറിയാം, തകർന്ന പ്രതിമേനെ കുറിച്ചാണ് വിവരിക്കുന്നത്. മരുഭൂമിയിൽ ഒരു വലിയ പ്രതിമയുടെ 2 കാലുകൾ മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്. അവിടുത്തെ പ്രതിമയുടെ ആ തകർന്ന മുഖം അവിടുത്തെ ആ ഒരു മരുഭൂമിയിലെ മണലിൽ പകുതി ഇങ്ങനെ മൂടിപ്പെട്ട നിലയിലാണ് ഇങ്ങനെ കിടക്കുന്നത്. ആ ഒരു മുഖത്തിൽ അഹങ്കാരവും അധികാരവും എല്ലാം അത് നിർമ്മിച്ച ആ ഒരു ശില്പി വളരെ നന്നായിട്ട് തന്നെ ചിത്രീകരിക്കാനും കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു പ്രതിമയുടെ ആ നിൽക്കുന്ന ഒരു സ്റ്റാൻഡിൻ്റെ അടിയിലായിട്ട് കുറച്ച് 2 സെൻറ്റൻസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ പേര് ഓസിമാൻഡിയസ് എന്നാണ്. ഓസിമാൻഡിയസ് രാജാക്കന്മാരുടെ രാജാവ്. എൻ്റെ മഹത്തായ പ്രവൃത്തികൾ നോക്കി ശക്തന്മാരെ നിരാശരാകൂ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഒരിക്കൽ ശക്തനും മഹാനുമായിരുന്ന ഈ രാജാവിൻ്റെ പ്രതിമയുടെ അവശിഷ്ടങ്ങൾ ഒഴികെ മറ്റൊന്നും ഇപ്പം അവിടെ ശേഷിച്ചിട്ടില്ല, അല്ലേ? ചുറ്റും നോക്കുകയാണെങ്കിൽ അനന്തമായി പടർന്നു കിടക്കുന്ന ശൂന്യമായ മണൽ പ്രദേശം മാത്രമാണ് ഉള്ളത്. സോ അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ തീം എന്താണ്? അധികാരവും സമ്പത്തും ശാശ്വതമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. എത്ര വലിയ രാജാക്കന്മാരായാലും എത്ര അധികാരവും മഹത്വവും ഉണ്ടായാലും കാലത്തിന് മുന്നിൽ എല്ലാം നശിച്ചു പോകും, അല്ലേ? മനുഷ്യന്റെ അഹങ്കാരം നിലനിൽക്കില്ല, എന്നാൽ കാലം എല്ലാത്തിനെയും കീഴടക്കും. അതോടൊപ്പം തന്നെ അതുണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ശില്പത്തിൻ്റെ ആ ഒരു പെർമനൻസ്, ആർട്ടിൻ്റെ പെർമനൻസും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ആ ഒരു ശില്പം ആ ഒരു എല്ലാ കാലത്തും നിലനിൽക്കും, അല്ലെ? ആർട്ട് എല്ലാ കാലത്തും നിലനിൽക്കും, അതും ഇതിവിടെ പറയുന്നുണ്ട്. ആ ഒരു സെൻട്രൽ ആയിട്ടുള്ളൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ, കാലം എല്ലാ മനുഷ്യന്മാരുടെയും ശക്തിയും മഹത്വത്തെയും എല്ലാം നശിപ്പിക്കുന്ന ഒന്നാണ്, എന്നാൽ അഹങ്കാരത്തിനും ഒരു സ്ഥാനവും ഇല്ല. സോ നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് പറയുകയാണെങ്കിൽ, ഓസിമാൻഡിയസ് ബൈ പി ഷെല്ലി. ഐ മെറ്റ് എ ട്രാവലർ ഫ്രം ആൻ ആൻറ്റിക് ലാൻഡ്. ഞാനൊരു പുരാതനായ രാജ്യത്തിൽ നിന്ന് വന്ന ഒരു യാത്രക്കാരനെ കണ്ടു.
Who said, two vast and trunkless legs of stone stand in the desert, near them on the sand. സോ അയാൾ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? മരുഭൂമിയിൽ വലിയ കാൽ പ്രതിമയുടെ ശരീരമില്ലാത്ത രണ്ട് കാലുകൾ മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. അവ മരുഭൂമിയിലാണ് നിൽക്കുന്നത്. അവയുടെ സമീപത്ത് മണലിൽ ഹാഫ് sunk a shattered visage lies, whose frown and wrinkled lip and sneer of cold command. പകുതി മണലില് മുങ്ങിയ നിലയിൽ തകർന്ന ഒരു മുഖം കിടക്കുന്നുണ്ട്. അതില് കോപമാണ്. കോപം കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ മുഖത്ത് ആ ഒരു ശില്പത്തിലെ കോപം കാണാം. ചുളിഞ്ഞ ചുണ്ടുകളും അഹങ്കാരവും ക്രൂരമായ അധികാരഭാവവും ആ ഒരു മുഖത്ത് പ്രകടമാണ്. Tell that its sculpture well those passion breed which yet survive, stamped on this lifeless thing. സോ ആ ഒരു വികാരങ്ങള് ശില്പി വളരെ നന്നായി മനസ്സിലാക്കി പ്രതിമയിൽ കൊത്തിവെച്ചതായിട്ട് കാണിക്കുന്നു. പ്രതിമ തകർന്നു എങ്കിലും ആ ഒരു വികാരങ്ങൾ ഇന്നും അതിൽ വ്യക്തമായി കാണപ്പെടുന്നുണ്ട്. The hand that mocked them and the heart that fed. സോ ആ വികാരങ്ങളെ ശില്പി തൻ്റെ കൈകളാൽ രൂപപ്പെടുത്തിയതാണ്. രാജാവിൻ്റെ ഹൃദയമാണ് അവയ്ക്ക് കാരണം. ആൻഡ് ഓൺ ദ പെഡസ്ട്രിൽ ദീസ് വേർഡ്സ് അപ്പിയർ. അപ്പം അത് നിൽക്കുന്ന ആ ഒരു പെഡസ്റ്റലിൽ ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വേർഡ്സ് ഞാൻ ആദ്യമേ പറഞ്ഞ ആ ഒരു വേർഡ്സ് പ്രതിമയുടെ അടിത്തറയിൽ ഈ വാക്കുകൾ എഴുതിയിരിക്കുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? മൈ നെയിം ഈസ് ഓസ്മാൻഡിയസ്, കിങ് ഓഫ് കിങ്സ്. എൻ്റെ പേര് ഓസ്മാൻഡിയസ് ആണ്. ഞാൻ രാജാക്കന്മാരുടെ രാജാവാണ്. ലുക്ക് ഓൺ മൈ വർക്ക്, എ മൈറ്റി ആൻഡ് സ്പയർ. എൻ്റെ മഹത്തായ നേട്ടങ്ങൾ കണ്ട് ശക്തന്മാരെ നിരാശരാകുവിൻ. ഇതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. നത്തിങ് ബിസൈഡ്സ് റിമെയിൻ റൗണ്ട് ദ ഡീകെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രാവലർ പറയാണ്, എന്നാൽ ഇപ്പോൾ ആ ഒരു പ്രതിമയുടെ അവശിഷ്ടങ്ങൾ ഒഴികെ മറ്റൊന്നും അവിടെ ശേഷിച്ചിട്ടില്ല. ഓഫ് ദറ്റ് കൊളോസൽ wreck, boundless and bare. ആ ഒരു ഭീകരമായ തകർന്ന പ്രതിമയുടെ ചുറ്റും ശൂന്യവും അതിരുകളുമില്ലാത്തതുമായ ഒരു പ്രദേശമാണ്. മൊത്തം മരുഭൂമിയിലാണ് അല്ലെ, മരുഭൂമിയുടെ നടുക്കാണ് നിൽക്കുന്നത്. ഫുൾ ഇങ്ങനെ മണ്ണ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. The lone and level sands stretch far away. ശാന്തവും സമതലവുമായ മണൽ പ്രദേശം ദൂരത്തോളം ഇങ്ങനെ പടർന്നു കിടക്കുന്നു. ഒരേ ലെവലിലുള്ള ശാന്തമായിട്ടുള്ള സമതലമായ ആ ഒരു മണൽ പ്രദേശം ദൂരത്തോളം ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. ഇത് സിമ്പിൾ പോയമാണ്. ഒരു ട്രാവലർ അല്ലേ യാത്രക്കിടെ കണ്ട ഒരു പ്രതിമേനെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതിനകത്തൊരു പൊയറ്റിക് മെസ്സേജ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. മനുഷ്യന്റെ അധികാരവും സമ്പത്തും പ്രശസ്തിയും ഒന്നും ശാശ്വതമല്ല അല്ലേ. കാലം എല്ലാത്തിനെയും നശിപ്പിക്കും. അഹങ്കാരത്തിന് അവസാനം എന്താണ്? നാശം മാത്രമാണ്. പിന്നെ ആ ഒരു പ്രതിമയുടെ ആ ഒരു ആർട്ടിന്റെ പെർമനൻസ്, ആ ഒരു ആർട്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊത്തിയ ഒരു ആർട്ടാണ് അല്ലേ. അപ്പൊ ആ ഒരു ആർട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തകർന്നു എങ്കിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്നും അദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും എല്ലാം ആ ഒരു ശില്പത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതാണ് ആ ഒരു പോയറ്റിന്റെ ഒരു സമ്മറി. ഓസിമാൻഡിയസ് എന്ന ആ ഒരു ഫറോവ അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പോയറ്റിൽ പറയുന്നത്. ആ ഒരു ഓസ്മാൻഡിയസിന്റെ ഒരു സിംഗിൾ ലൈൻ സമ്മറിയും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഓസ്മാൻഡിയസിൽ മനുഷ്യന്റെ അഹങ്കാരവും അധികാരവും കാലത്തിന് മുന്നിൽ നിസ്സാരമാണെന്നാണ് ഈ ഒരു കവിതയിലൂടെ നമ്മളുടെ പോയറ്റായിട്ടുള്ള പി ബി ഷെല്ലി കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.